ഞാൻ സോണിയ അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ സമാധാനവും സന്തോഷവും ആരോഗ്യവും നിറഞ്ഞ നല്ല ദിനങ്ങൾ എത്രയും വേഗം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. അതായത് ഇന്ന് നമുക്ക് എഗ് പപ്സ്, മുട്ട പപ്സ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ഓവനൊന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ എഗ് പപ്സ് എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള നല്ല ക്രഞ്ചി മുട്ട പപ്സ് അങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഡോ ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിൻ്റെ ഷീറ്റ് വേണ്ടേ, പപ്സ് ഉണ്ടാക്കുന്നതിനുള്ള ഷീറ്റ് തയ്യാറാക്കി എടുക്കുന്നതിനുള്ള ഡോ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പൊടി 1 കപ്പ് മൈദയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയും എടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ മാത്രം എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. അതിൽ ആവശ്യത്തിന് ഉപ്പിട്ടു. ഇനി ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇടാം. ഇനി ഒരു 2 നുള്ളു സോഡാപ്പൊടി ഇടുമ്പോൾ നല്ല ആ പഫ്സ് ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് സോഡാപ്പൊടിയും കൂടി ഇട്ടത് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തു. നെയ്യും കൂടി ഇടാം. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിക്കാം. ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. 1 ടേബിൾ സ്പൂൺ ഓയിൽ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യണം. ഇനി ഞാനിത് കുഴയ്ക്കാൻ എടുക്കുന്നത് പാലാണ്. പാലെന്ന് പറയുമ്പോൾ ഒരു 1/4 കപ്പ് പാലിൽ 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത്. ഒരുപാടങ്ങ് തിളപ്പിക്കണ്ട കേട്ടോ. തിളച്ച പാൽ ഒഴിക്കരുത്. ഒഴിച്ചു കഴിഞ്ഞാൽ മൈദയിൽ നന്നായിട്ട് പശ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചെറിയ ചൂടോടെ, അത്യാവശ്യം ചെറിയ നല്ല ചൂടോട് കൂടി തന്നെ പാൽ നമുക്കതിലേക്ക് ചേർക്കാം. പാൽ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ ഈ കുഴച്ചെടുക്കുന്ന മാവ്. കുറേശ്ശെ പാലൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴക്കണം കേട്ടോ. അതായത് നമ്മൾ ഈ കുഴച്ചെടുക്കുന്ന ഈ ഡോവിനെ, ഇതിൻ്റെ ഈ ഷീറ്റ് ഉണ്ടാക്കാൻ എടുക്കുന്ന ഈ മാവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പഫ്സിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്. നല്ല ഇത് പാത്രത്തിൽ വെച്ചിട്ട്, ഇപ്പോൾ ഓവൻ ഇല്ലാതെയാണല്ലോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഇതൊരു 1 മണിക്കൂർ ഒരു നനഞ്ഞ കിച്ചൺ ടവലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് 1 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. അതവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കണം. അതായത് ഇതിൻ്റെ മസാല 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം ഇടാം. പെരുംജീരകം ഇടുന്ന നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 കറിവേപ്പില, ഇതെല്ലാം കൂടെ ചോപ്പ് ചെയ്തെടുത്തത്, നന്നായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള മുട്ട പപ്സ് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഞാനൊരു 4 പപ്സ് ഉണ്ടാക്കുന്ന അളവാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഒരു 2 വലിയ സവാളയാണ് എടുത്തത് കേട്ടോ. കുറച്ച് എടുത്തിട്ടുള്ളൂ. സവാള കൂടി നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. കുറേ പേർക്കൊക്കെ ഈ പപ്സിനകത്തിരിക്കുന്ന മസാല അധികം ഈ ഉള്ളിയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം. ആ ഒരു പാകത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് വഴറ്റണ്ട. പക്ഷേ ഞാനിത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു മസാലയാക്കി എടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് നല്ല പോലെ ഇളക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുമ്പോഴേക്ക് ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. നോമ്പുകാലമൊക്കെ അല്ലേ, ഇതൊന്ന് തയ്യാറായി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ കണ്ടോ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ഷെയ്ഡായി വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പാകാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ കൂടെ വഴന്നതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇത്രയും നന്നായിട്ട് വഴന്നതിന് ശേഷം ഇതിലേക്ക് മസാല ചേർക്കാം കേട്ടോ. ഇതിലൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുറച്ച് മതി. അതായത് സവാള കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ
കാശ്മീരി ചില്ലി പൗഡറോ അതല്ല സാധാരണ മുളക് പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ, പക്ഷേ കറികൾക്ക് എപ്പോഴും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് സാധാരണ മുളക് പൊടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ മുളക് പൊടിയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറും വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ കേട്ടോ. നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. മാവ് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വച്ചേക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അതിനാണ് ഞാൻ ഒരു മണിക്കൂർ മാവ് കുഴച്ച് വെക്കണമെന്ന് പറഞ്ഞത്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ചിക്കൻ മസാലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ മസാലയ്ക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന അതിൻ്റെ ആ ഒരു അതേ ടേസ്റ്റ് കിട്ടും. എൻ്റെ കയ്യിലിപ്പോൾ ചിക്കൻ മസാല ഇല്ല, ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറുള്ളതും കിട്ടില്ല. ഒരു ചെറിയ കഷ്ണം തക്കാളിയും കൂടെ ഒന്ന് ചുപ്പ് ചെയ്തിട്ട് കുഞ്ഞാട്ടം തരിഞ്ഞ് ഇട്ട് കൊടുക്കും. തക്കാളിയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നല്ലപോലെ ഒന്ന് വഴന്ന് വരണം. ഞാനിങ്ങനെ ലെയറായിട്ടുള്ള പപ്സാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പപ്സ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ അതിനുള്ളിൽ ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ടല്ലേ ഇരിക്കുന്നത്, ആ ഒരു ടൈപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ലെയർ കിട്ടുന്നത് ഇനി വേണ്ടിയിട്ട് എങ്ങനെ പരത്തിയെടുക്കണമെന്ന് ഞാൻ കാണിക്കാം. ഇപ്പോൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ഇങ്ങനെ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് നമുക്ക് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ച് വയ്ക്കുക. 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ആടി പിടിച്ച് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ മസാല കയ്പ്പ് രുചിയാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കേട്ടോ. ഞാൻ പഞ്ചസാര ചേർത്തതെന്ന് വെച്ചാൽ ആ കറിക്ക് ചെറിയൊരു മധുരം കൂടി ഉണ്ടാവും. തക്കാളിയിലെ ഒരു ചെറിയ പുളിയും ആ ഒരു മധുരം ഉപ്പൊക്കെ കൂടി ചേരുമ്പോൾ ആ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് കണ്ടോ മാവ് എടുത്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടെ നന്നായിട്ടങ്ങ് നമുക്ക് കുഴച്ചെടുക്കാം. നല്ലപോലെ ഒന്നും കൂടെ ഒന്നങ്ങ് കുഴച്ചെടുക്കാം. നന്നായിട്ട് നമ്മൾ ഈ ഡോഫ് എത്രത്തോളം നന്നായിട്ട് കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നല്ലതായിരിക്കും നമ്മുടെ പഫ്സ്. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മൾ ഇത് ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്നത്. ബേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ അടുപ്പിൽ വെച്ചാണല്ലോ പൊരിച്ചെടുക്കുന്നത്. അതും കൂടെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ചപ്പാത്തിക്ക് ഉരുളകളാക്കില്ലേ, അതുപോലുള്ള ബോൾസാക്കി എടുക്കാം. ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയിട്ട് ചപ്പാത്തിക്ക് നിരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കണം. ചപ്പാത്തിക്ക് എങ്ങനെയാണോ നമ്മൾ പരത്തിയെടുക്കുന്നത് അതുപോലെ ഒരല്പം പൊടിയിട്ടൊന്ന് നിരത്തിയതിന് ശേഷം ഈ ഓരോ ഉരുളകൾ എടുത്ത് വെച്ചിട്ട് നിരത്തിയെടുക്കാം. അതുപോലെ ഒത്തിരി ഒരുപാടങ്ങ് പരന്ന് പോകണ്ട കേട്ടോ. അതായത് ഈ മാവ് ഒരു പരത്തിയെടുക്കുമ്പോൾ കണ്ടോ ഒരുപാടങ്ങ് കട്ടിയായിട്ടില്ല, ഒരല്പം ലൂസ്. ഒരു പൂരിക്കൊക്കെ നമ്മൾ കുഴയ്ക്കുമ്പോൾ ഒരു ഇച്ചിരി ലൂസായ ടൈപ്പില്ലേ, അതുപോലെ വേണം കുഴച്ചെടുക്കാൻ കേട്ടോ. അതുപോലെ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നമുക്ക് പരത്തിയെടുക്കാം. ഇതെല്ലാം തന്നെ നന്നായിട്ട് പരത്തിയെടുക്കുക. ഈ സമയത്തേക്ക് ഞാൻ അടുപ്പിൽ നല്ല കട്ടിയുള്ള ഒരു പാൻ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് പാൻ നല്ലപോലെ ചൂടാക്കണം. അതായത് നമ്മൾ ഓവനിലാണ് പപ്സ് ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കും. പ്രീഹീറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ പഫ്സ് കൊണ്ട് അതിനുള്ളിലേക്ക് വയ്ക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാത്രവും, അതായത് നല്ല ചപ്പാത്തിയെല്ലാം ഞാനിപ്പോൾ ഇതുപോലെ നിരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ നിരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി പൊടി കൂടെ ഒന്നും കൂടെ നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഓരോ ചപ്പാത്തിയായിട്ട് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇതുപോലെ ഒന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ നെയ്യ് ഇങ്ങനെ ബ്രഷ് ചെയ്യുന്ന വെച്ചാൽ ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്താലും മതി കേട്ടോ. എന്തിനെന്നറിയാമോ, ഈ ലെയറുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നെയ്യ് പുരട്ടിയിട്ട് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ പൊടിയിടുന്നത്. എന്നിട്ട് അടുത്ത ഷീറ്റും നമുക്കിതുപോലെ വച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നെയ്യൊന്ന് ബ്രഷ് ചെയ്യാം. നെയ്യ് ബ്രഷ് ചെയ്യുമ്പോൾ സൈഡിലൊക്കെ നന്നായിട്ട് പിടിക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ പൊടി വന്നിട്ടെടുക്കാം. പൊടി വന്നിട്ടിട്ട് ഇനിയും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇത് 3 ലെയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 3 ഷീറ്റ് വയ്ക്കുക. 4 ലെയർ വേണമെന്നുണ്ടെങ്കിൽ 4 ഷീറ്റ് വയ്ക്കുക. കണ്ടോ, 3ഓ 4ഓ എത്ര വേണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വയ്ക്കാം. വച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒന്നും കൂടെ പൊടി വന്നിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നിരത്തിയെടുക്കാം. കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് കട്ടിയായി പോയി കഴിഞ്ഞാൽ ഇതുപോലെ മാവ് നല്ല കട്ടിയായിട്ടാണ് കുഴച്ചെടുക്കുന്നതെങ്കിൽ ഇതുപോലെ നിരന്ന് കിട്ടില്ല. അതുകൊണ്ട് ഇച്ചിരി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ കേട്ടോ. ഒരു പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിന് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പാക്കി എടുക്കണം. സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. 4 സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഇതുപോലെ രണ്ടാക്കാം. കുറച്ചും കൂടെ വിട്ടായിട്ടുള്ളത് ഇങ്ങനെ വിട്ടിലാണ് നിങ്ങൾ പരത്തിയെടുക്കുന്നുണ്ടെങ്കിൽ
4 ആക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ആ മസാല ഫില്ലിങ് മസാല വെച്ചു. അതിലേക്ക് ഒരു മുട്ട 2 മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. മുട്ട എങ്ങനെയാണ് പുഴുങ്ങിയെടുക്കുന്നത് എന്നുള്ളത് ഞാൻ എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയിൽ നോക്കണം കേട്ടോ. കറക്റ്റായിട്ട് പുഴുങ്ങിയെടുക്കുന്നത് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ കോണോട് 4 കോണും പിടിച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് വയ്ക്കാം. കണ്ടോ, ഇതുപോലെ ഒട്ടിച്ച് വെച്ചാൽ മതി. എന്നിട്ട് ആ കോണം ഒട്ടിച്ച് വയ്ക്കരുത് കേട്ടോ. അവിടുത്തെ ആ ലെയർ ഇങ്ങനെ നല്ല പഫായി വരും. അതുകൊണ്ട് അത് അവിടെ ഒട്ടിച്ച് വയ്ക്കരുത്. ഇതിൻ്റെ ഈ ചേരുന്ന ആ ഭാഗം 4 കൂടെ ചേരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ വേണം ഒട്ടിച്ച് വയ്ക്കാൻ. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് പിടിക്കുക, അതിൻ്റെ കോണിൽ നിന്ന് പിടിക്കുക, ഇവിടെ വയ്ക്കുക. ഇതുപോലെ എടുക്കുക, വീണ്ടും ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക. കണ്ടോ, അപ്പോൾ സൈഡിൽ ഇങ്ങനെ നല്ല മുരിഞ്ഞിട്ട് വരും. കണ്ടോ, ഇതുപോലെ ഞാൻ നേരത്തെ തന്നെ ചൂടാക്കാൻ പാൻ വെച്ചിട്ടുണ്ട്. ഇത്ര അടികട്ടിയുള്ള പാൻ നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കുക്കർ എടുത്താൽ മതി കേട്ടോ. കുക്കറിൽ നന്നായിട്ട് ചൂടാക്കാൻ വയ്ക്കുക. നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഓയിൽ ഒഴിക്കാൻ. ഓയിലും അത്യാവശ്യം നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോ പഫ്സായിട്ട് വയ്ക്കുക. പഫ്സ് വച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ തീ കുറച്ച് വയ്ക്കുക. തീ നന്നായിട്ട് കുറയ്ക്കണം. എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് വയ്ക്കുക. നന്നായിട്ട് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതുപോലെ എല്ലാം അങ്ങ് വയ്ക്കുക. വച്ചിട്ട് ഇനി ഒന്ന് എഗ് വാഷ് ചെയ്തെടുക്കണം. ഒരു മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നല്ല അടുപ്പിൻ്റെ പുറത്തുനിന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കടായി അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 4 മിനിറ്റ് ആകുമ്പോൾ നമുക്കത് തിരിച്ച് വയ്ക്കാം കേട്ടോ. കുക്കറിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുക്കർ അടച്ച് വയ്ക്കാം. അതിൻ്റെ വെയിറ്റ് ഇട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല. തീ ഏറ്റവും കുറച്ച് വയ്ക്കണം, അത് മറന്നു പോകരുത്. അതുപോലെ തന്നെ ഒരു 3 മിനിറ്റോ മാക്സിമം ഒരു 4 മിനിറ്റ് ആകുമ്പോൾ ഓപ്പണാക്കി നോക്കിയിട്ട് തിരിച്ച് വയ്ക്കണം, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. പക്ഷേ അതിന് മുമ്പ് തന്നെ തുറക്കുകയും ചെയ്യരുത്, എന്നാൽ നന്നായിട്ട് പൊങ്ങി വരില്ല, നല്ല മുരിഞ്ഞു വരില്ല. കേട്ടോ, തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക്. തിരിച്ചിടുമ്പോൾ ഇതിൻ്റെ ഈ കോണുകളെല്ലാം സൈഡുകളെല്ലാം ഒരുമിച്ചങ്ങ് തിരിഞ്ഞ് വീടില്ല. അതുകൊണ്ട് തന്നെ പതിയെ എടുത്തിട്ട് നമുക്കിതിനെ മൊരിഞ്ഞ് വരാത്ത ഭാഗങ്ങൾ സൈഡ് ഒന്ന് ചരിച്ച് വെച്ച് കൊടുത്തിട്ട് മൊരിച്ചെടുക്കണം കേട്ടോ. പക്ഷേ നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ എഗ് പഫ്സ്. ഇതുപോലെ സൈഡ് ഏതെങ്കിലും ഭാഗം മൊരിഞ്ഞ് വരാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചരിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ആയി വരും. ചെറിയ തീ വെച്ചിട്ട്. അപ്പോൾ ഓവനൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ലെയറുകളുള്ള എഗ് പഫ്സ്, മുട്ട പഫ്സ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കണ്ടോ, റെഡി ആയിട്ടുണ്ട്. 4 പഫ്സ് ഞാൻ നന്നായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, അത് മറക്കരുത്. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.